നമസ്കാരം. പൊതുഖജനാവിൽ നിന്ന് കോടികൾ കട്ടുമുടിച്ച് പാർട്ടി അക്കൗണ്ടും സ്വന്തം കീശയും നിറക്കുന്ന നെറുകെട്ട രാഷ്ട്രീയം കളിക്കുന്ന CPM-ന് ഇനി രക്ഷയില്ല. നിയമവും ജനങ്ങളും ഒന്നിച്ചിറങ്ങിയിരിക്കുകയാണ് CPM-നെതിരെ. ഇനിയും ഈ കൊള്ള അനുവദിക്കാൻ സാധിക്കില്ല എന്നാണ് ഇരുകൂട്ടരും ഒരേ സ്വരത്തിൽ പറയുന്നത്. കോടിക്കണക്കിന് രൂപ സർക്കാർ സഹകരണ ബാങ്കുകൾ വഴി പിണറായി കൂട്ടം അഴിമതി നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയും ഒപ്പം CPM അക്കൗണ്ടുകൾ ഉൾപ്പെടെ നിശ്ചലമാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടെയാണ് ഇത്തരമുള്ള പ്രതികരണം. എന്നിട്ടും കേരളത്തെ കട്ടുമുടിക്കുന്ന ഈ കൂട്ടർക്ക് പ്രത്യേകിച്ച് കുലുക്കമൊന്നുമില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ ഇതാ കേരളത്തിലെ സകലകാല അധികാരിയാണ് പിണറായി എന്ന് കരുതി അഹങ്കാരം കാണിക്കുന്ന CPM-ന്റെ അനീതിക്കെതിരെ വീണ്ടും ചോദ്യമുയർത്തുന്നു. കാലാവധി പൂർത്തിയായ 18 ലക്ഷം രൂപ സ്ഥിര നിക്ഷേപം മടക്കി നൽകിയില്ല എന്ന് കാണിച്ചുകൊണ്ട് CPM ഭരിക്കുന്ന സഹകരണ സംഘത്തിനെതിരെയാണ് ഒരു സ്കൂൾ അധ്യാപിക സമരത്തിൽ എത്തിയിരിക്കുന്നത്. CPI-യുടെ രാജ്യസഭ MP പി സന്തോഷ് കുമാറിന്റെ സഹോദരി കൂടെയാണ് ഈ സമരത്തിനിറങ്ങിയിരിക്കുന്ന ഷീജ എന്ന വ്യക്തി. കണ്ണൂർ കീഴൂർ ചാവശ്ശേരി വനിതാ സഹകരണ സംഘത്തിനെതിരെയാണ് ഇവർ പരാതി ഉന്നയിക്കുന്നത്. നിക്ഷേപ കാലാവധി പൂർത്തിയായി 9 മാസം പിന്നിട്ടിട്ടും പണം തിരികെ നൽകിയില്ല എന്നതാണ് പരാതി. CPM ജില്ലാ സെക്രട്ടറിയെ ഉൾപ്പെടെ മാസങ്ങൾക്ക് മുമ്പ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയെങ്കിലും ഒരു ഫലവും ഉണ്ടാകാതിരിക്കുകയാണ് എന്ന് ഇവർ പറയുന്നു. ഇത് ചതിയാണ്. വിശ്വസിച്ച പ്രസ്ഥാനം വഞ്ചിച്ചു എന്നും നിയമപരമായി മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങനെ പോകുമെന്നും ഷീജ ഒരു മാധ്യമത്തോട് പറയുകയുണ്ടായി. ഒരാഴ്ചയായി ഷീജ സഹകരണ സംഘത്തിന് മുന്നിൽ സമരത്തിലാണ്. സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു താൻ ഇത്രയും തുക നിക്ഷേപമായി നൽകിയതെന്നാണ് അവർ പറയുന്നത്. 2 വർഷം കാലാവധി ജൂലൈയിൽ പൂർത്തിയായപ്പോൾ പലിശയടക്കം 20 ലക്ഷത്തിലധികം രൂപ ഷീജയ്ക്ക് തിരികെ നൽകേണ്ടിയിരിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഇന്ന് നാളെ എന്ന് പറഞ്ഞ് ജീവനക്കാർ ഇവരെ ദിവസവും മടക്കി അയക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഉറപ്പുകളെല്ലാം വെറുതെ ആയപ്പോഴാണ് ഷീജ പാർട്ടിക്ക് പരാതി നൽകിയത്. അതിലും ഫലം കണ്ടില്ല. ഇതിനിടെ ചികിത്സയ്ക്ക് പണം ആവശ്യമായി വന്നു. അതിനും പണം ലഭിച്ചില്ല. തുടർന്ന് മാർച്ചിൽ തന്നു തീർക്കാമെന്ന് സഹകരണ സംഘം വാക്കു നൽകിയെങ്കിലും അതും നടത്തിയില്ല. ഇതോടെ സഹകരണ സംഘത്തിന് മുന്നിൽ സമരമിരിക്കാൻ ഷീജ തയ്യാറെടുത്തിരിക്കുകയാണ്. എന്തായാലും പാർട്ടി നേതാക്കന്മാരുടെ കുടുംബം ഉൾപ്പെടെ രംഗത്തെത്തിയിരിക്കുന്നത് CPM എന്ന പാർട്ടി കേരളത്തിൽ ഇല്ലാതാകാൻ ഇനി അത്ര സമയമില്ല എന്നത് വ്യക്തമാക്കുന്ന ഒന്നു തന്നെയാണ്. അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടെ നടക്കുന്ന സമയമാണ്. ആ ഒരു സമയത്താണ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളായി ഓരോന്നായി CPM-ന് മേലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇത് CPM-നെ വെട്ടിലാക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ് CPM നേതാക്കൾ. ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ രാത്രി 7 മണിക്ക് DNA ന്യൂസിൽ ഉള്ളത് പറയാം.